ഹലോ ഫ്രണ്ട്സ്, കുറേ നാൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് വീട്ടിനാൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവമാണ്. നമ്മുടെ കുഞ്ഞമ്മയുടെ വീട്ടിലെ ഉത്സവമാണ്. നമുക്കൊരു ഉത്സവം വരുന്നുണ്ട്. നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരെയും കാണുന്നതും സംസാരിക്കുന്നതുമൊക്കെ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞമ്മയുടെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി. ഒരുപാട് തരത്തിലുള്ള ചെടികളുണ്ട്. അത് നന്നായിട്ടാണ് അറേഞ്ച് ചെയ്ത് അത് നട്ടേക്കുന്നത്. അതാണ് പ്രത്യേക ഭംഗി. കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്, വെറൈറ്റി ടൈപ്പിലുള്ള കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. അതൊക്കെ നല്ല ഓർഡറിൽ വൃത്തിയായിട്ട് നട്ടു വെച്ചിട്ടുമുണ്ട് പുള്ളിക്കാരി ഒരു ചെടിപ്രാന്തിയാണ്. പിന്നെ നമ്മുടെ അമ്പുക്കുഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മാമൻ്റെയൊക്കെ കൂടി ഇരുന്നിട്ട് പഴം കഴിക്കുകയാണ്. നമ്മൾ വീടിനകത്തേക്ക് കയറിയപ്പോൾ സ്റ്റെയറിൻ്റെ മുകളിലായിട്ട് മണി പ്ലാന്റ്സ് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞമ്മ നന്നായിട്ട് താഴേക്ക് പടർത്തി അതിനെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മുവിൻ്റെ അപ്പൂപ്പനെത്തി. അപ്പോൾ പുള്ളി ചാടി അപ്പൂപ്പൻ്റെ തോളിലങ്ങ് കയറി. പിന്നെ ചെണ്ടമേളവും ആനയൊക്കെ കണ്ട് അവർ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അയലത്തുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ട് കാണാനും ആനയെ കാണാനും ഒക്കെ. അപ്പം അമ്പു ഇതൊക്കെ കണ്ട് നല്ല വണ്ടറടിച്ച് ഓരോന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൂപ്പനോട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ആന. അപ്പോൾ അവന് അതിൻ്റെയൊക്കെ ഓരോ ഫീച്ചേഴ്സിനെയൊക്കെ പറ്റി അപ്പൂപ്പനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെവി കണ്ടോപ്പാ, ചെവി ഇങ്ങനെ ആട്ടുന്ന കണ്ടോ, അതിൻ്റെ മുകളിൽ എന്തോ ഓരോരോ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ പാവം അങ്ങ് ഉറങ്ങിപ്പോയി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലോട്ടൊക്കെ കാണണമെന്ന് പറഞ്ഞ് നിന്നവൻ ഉത്സവത്തിൻ്റെ സമയമായപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി. അവനെ കട്ടിലൊക്കെ കിടത്തിയിട്ട് ഞങ്ങൾ വന്നിന്ന് റോഡിൽ നിന്ന് കാണുവാണ് ഉത്സവം. നമ്മുടെ ഗജവീരന് തിടം പേറ്റി ഇറക്കുന്ന സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഒരാനയെഴുന്നള്ളിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആനയാണത്. അതിൻ്റെ കുറേ അടിപൊളിയായിട്ടുള്ള കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. കണ്ടില്ലേ അതൊക്കെ? പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. അപ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാനും. പിന്നെ അതിൻ്റെ പുറേ വേറെയും കുറേ ഇങ്ങനെ ഓരോ സാധനങ്ങളുണ്ടായിരുന്നു. അവരോരോന്നായിട്ട് ഇങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അവരുടെ ഡാൻസും ഉണ്ട്. അത് കുറേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായി ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി വന്നിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഡാൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നല്ല വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. അത് വെച്ചിട്ട് പതുക്കെ അവർ ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. സന്ധ്യയായപ്പോഴത്തേക്കും നമ്മുടെ ജീവിത എഴുന്നള്ളിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞമ്മയുടെ വീടിൻ്റെ മുന്നിലായിട്ട് കുത്തുവിളക്കും മതിലിലൊക്കെ നമ്മൾ ദീപം തെളിയിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ കെട്ടിൽസവും നമ്മുടെ റോഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ജീവിത അതിൻ്റെ പുറകെ പോകുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുള്ളത്. ഒരുപാട് താലിപ്പൊലി എടുക്കാനുള്ള ആളുകളുണ്ടായിരുന്നു. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറയിലായിട്ട് നമ്മുടെ ഗജവീരന്മാർ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പം അത് കറക്റ്റ് നമ്മുടെ വീടിൻ്റെ മുന്നിലെത്തിയപ്പോഴത്തേക്കും പടക്കം പൊട്ടിച്ചു. നല്ല രസമായിരുന്നു കാണാൻ. ആകാശത്ത് വിരിയുന്ന നക്ഷത്രങ്ങളെ പോലെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ആ ആന ഇത്രയും പോകുന്നിടം വരെ ഒരു 7 ആനയോളം ഉണ്ടായിരുന്നു. അത് ഇത്രയും പോകുന്നിടം വരെ നമ്മളങ്ങനെ പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. പിന്നെ അതിൻ്റെ പുറയിൽ നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് DJ-യും പിന്നെ അവിടുത്തെ ചേട്ടന്മാരുടെയൊക്കെ അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അടുത്ത ആന വന്നത്. പിന്നെ അതും നല്ല രസമായിട്ട് എൻ്റെ അന്നനടയൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് അതും നടന്നു പോയി. അവിടെ ഞങ്ങളുടെ അമ്പുക്കുട്ടൻ എണ്ണീറ്റ് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ, സീ യു.